പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പൊങ്ങിയിരിക്കുന്നു പറഞ്ഞു. എന്താ പൊങ്ങിയിരിക്കുന്ന സംഭവം ഒന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു. ചുക്കാമണിയോ? കേരളം. നമസ്കാരം. ഈ ബുൾജെറ്റിനെ അറിയാത്തവർ ഇന്ന് കേരളത്തിൽ കാണത്തില്ല. ഇവര് കുറച്ച് നാളിന് മുമ്പ് ഇവര് വണ്ടിയിൽ നടത്തിയ ഒരു മോഡിഫിക്കേഷൻ വിവാദമായി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു ട്രിപ്പ് പോകുമ്പം അവരൊരു കാര്യം പറഞ്ഞായിരുന്നു. അത് തേൻകണി. അതിൻ്റെ മലയാളം ശരിക്കും പറയുന്ന അവർ തന്നെ പറയും, ഞാൻ പറയുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ചില വേടൊക്കെ പറയുമ്പോഴേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പം ഇവർക്ക് അറിയത്തില്ല. ഇപ്പോഴാണ് വണ്ടിയും കാര്യങ്ങളും അച്ചാറും ബിസിനസ്സും ഒക്കെ ആയിട്ട് ഇവർ പോവാ. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു കാര്യങ്ങളാണ്. രസകരമായ ഒരു വീഡിയോ ആണ്, കണ്ടോണേ. ഒരു കാര്യം, ഇനി അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ്. പക്ഷേ ഈ ഇടയ്ക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലായത്. ഇവർ വിചാരിച്ച് ഏതാണ്ട് ബ്രെഡിനകത്ത് തേനൊക്കെ തേച്ച് ഇങ്ങനെ അതുപോലെ ക്രീമൊക്കെ തേച്ച് കഴിക്കുമല്ലോ, അതുപോലുള്ളൊരു പരിപാടിയാണെന്നാണ് ഈ ഇദ്ദേഹന്മാരെന്ന് പറഞ്ഞ രണ്ട് പേരാണ്. ലിബിനും ഉണ്ട്, ചേട്ടനും ഉണ്ട്. രണ്ട് പേരും ബുദ്ധി ഇച്ചിരി കൂടുതലായിപ്പോയി. എന്ത് ചെയ്യാനാ? ഇത്ര നാൾ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹണി ട്രാപ്പ്, തേന് കൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. തേന് കൊണ്ടുള്ള ട്രാപ്പ് ഇപ്പം പെടുന്ന കണ്ടോണേ. ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ യാത്രയിൽ, ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിൽ, ഇത് വേറെ കാര്യമുണ്ട്. ലിബിന് മെസ്സേജ് വന്നു. ലിബിൻ എന്തെന്നറിയോ, ചേട്ടനെ അറിയിക്കാതെ കുറേ നാൾ ഇതൊക്കെ കൊണ്ടു നടന്നു. പിന്നെ ലിബിൻ ഇത് മനസ്സിലായി, ഇത് പ്രശ്നമാണ്, ഇത് എന്തോ കൊടുക്കുകയാണ്. ഹണി ട്രാപ്പ് എന്നാണെന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. തേൻ തേച്ച് കഴിക്കുന്ന സാധനമാണെന്നൊക്കെ കരുതിയത് ഇവർ ഈ ലിബിന് മനസ്സിലായി. അങ്ങനെ ചേർത്ത് പറഞ്ഞു ഈ സംഭവം ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന്. നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ നേരം നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് കുളിച്ചായിരുന്നു. അതായത് കുളിക്കുന്ന വലിയ പ്രശ്നമാണ്. കേൾക്കട്ടെ. അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു. അപ്പോൾ കുളിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി കുളിച്ചോ? അപ്പോൾ അവിടുത്തെ ആൾക്കാർ കുളിക്കുന്നതിന് പ്രത്യേകത ഉണ്ടെന്ന്. ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു. നമ്മൾ എന്ത് കുളിക്കുമ്പോൾ മുഴ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല. അപ്പം അത് വെച്ച് ഒരാൾ ഇവർ തുണിയിലാകുന്ന കുളിച്ചാൽ ഈ പ്രശ്നം വരത്തില്ല. ഇവർ ഈ ഒരു എന്തോ പറയുന്നത്, ഒരു നിക്കറ് മാതിരിയൊക്കെ ഒരു സാധനം ഇട്ട് എല്ലാം കാണിച്ച് കുളിച്ച് അവർ ഫോട്ടോയും എടുത്ത് പണിയും കൊടുത്തു. പിന്നെ ആള് ലിബിന് മെസ്സേജ് അയക്കൽ തുടങ്ങി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേനൊഴിച്ചുള്ള പരിപാടി ലിബിൻ പറയും. തേനൊഴിച്ചുള്ള പരിപാടി അന്യം രസമുള്ള കാഴ്ചകളാണ്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 കൊല്ലം മുന്നേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത്. അപ്പം ഞാൻ 1.5 കൊല്ലം മുമ്പ് വന്നതാണ്. മേഘന പി മോഹൻ എന്നാണ്. ഈ മേഘന എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കേരളക്കാരി ആണെന്ന് കരുതത്തുള്ളൂ. ഇത് കേരളക്കാർ തന്നെയാണ്. ഈ മേഘനയൊന്നുമല്ല ഇത് ചെയ്യുന്നത്. ഇത് അവിടുന്ന് ഈ കൊൽക്കട്ടയിൽ നിന്ന് ഈ പടം എടുത്തിട്ട് ഇവർക്ക് മലയാളികളായ നമ്മുടെ ട്രാപ്പിൽപ്പെടുത്തുന്ന മലയാളികളുണ്ടല്ലോ, അവന്മാർ ചെയ്ത പണിയാണിത്. എല്ലാവർക്കും സാധാരണ റീപ്ലേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മലേഷ്യയിൽ വണ്ടി കൊണ്ടുവന്ന നേരത്ത് റീൽസ് ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ മലേഷ്യയിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ വണ്ടി കഴുകിക്കഴിഞ്ഞപ്പോൾ ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മളും കുളിച്ചു. വണ്ടി കുളിച്ചു, നമ്മളും കുളിച്ചു. അതിന്റെ റീൽസ് ഇട്ടു. അതിനിപ്പോൾ ആ റീൽസിന്റെ ലിങ്ക് എന്തോ ഒരു കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാ പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പൊങ്ങിയിരിക്കുന്നു പറഞ്ഞു. എന്തോ പൊങ്ങിയിരിക്കുന്ന സംഭവം ഒന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു. ചുക്കാമണിയോ? പുതിയൊരു പേരാണല്ലോ ചുക്കാമണി. പച്ചയായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു. അന്നപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ എന്നോട് പിന്നെയും പറഞ്ഞു, ഈ പൊട്ടന്മാർക്ക് ചുക്കാമണി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലെന്ന് എന്താ ചെയ്യുക. അത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ എന്നെ സംഭവം ഈ രണ്ടുപേർക്കും ആവേശം. ഞാൻ പറയട്ടെ. അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഫ്രണ്ടിൽ പൊങ്ങിയിരിക്കുന്നു. ഫ്രണ്ടിലെന്താ പൊങ്ങിയിരിക്കുന്നു? ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു. പിന്നെ ചേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാനപ്പോൾ മറ്റേ റീൽസിൽ ഇവൻ എന്തെന്നറിയാം, മേഹാപ്പി മോഹനൊക്കെ ഇവർ മലേഷ്യക്ക് പോകുന്ന വഴി കൊൽക്കത്തയിൽ പോയി ഇന്ന് കുളിച്ചതാണ്. ഇവന്മാർ വണ്ടി കഴുകി കഴിഞ്ഞപ്പോൾ ഇവന്മാരുടെ ഡ്രസ്സൊക്കെ നനഞ്ഞ് ആകപ്പാടെ ചില സാധനങ്ങളൊക്കെ തെളിയൊക്കെ കണ്ട് സംഭവം അത്രയേ ഉള്ളൂ. പക്ഷേ ചുക്കാമണി അങ്ങ് കയറി അങ്ങ് പ്രശ്നമായി. സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡായിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാൻ തുടങ്ങി. അതായത് പിന്നെ ഷഡ്ഡിയുടെ ബേസറിൻ്റെ അങ്ങനത്തെ കുറേ ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു. ഇട്ട ഫോട്ടോ ഒന്നും കാണിക്കുന്നില്ലല്ലോ. എന്നോട് ചോദിച്ചു ഇത് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇത് കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫോട്ടോ ഇവനെല്ലാം കണ്ട് സുഖിച്ചു കുറേ നാള്. അത് കഴിഞ്ഞാണ് അത് ഇതിനകത്ത് പറയുന്നില്ല, അത് രഹസ്യമാണ് കേട്ടോ. പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത് പറയാതാണ് ഈ അനിയനത്തെ കണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരയക്കുന്ന ഫോട്ടോയിൻ്റെ അകത്ത് മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോയും കാര്യങ്ങളും. ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിബിന് വരാൻ വേണ്ടി തുടങ്ങി. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. മേഘന പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്നു തുടങ്ങി. പിന്നെ തുണിയും സംഭവമൊന്നും ഇല്ലാത്തത് ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ ഇങ്ങനെ അയച്ചു തരും. എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതിൽ മനസ്സിലായത്. എന്നിട്ട് ഇപ്പോഴും മാർക്കൊന്നും മനസ്സിലായില്ല. പെണ്ണുങ്ങൾ ആണുങ്ങൾ, ഇത് ആണുങ്ങളാണ് ഇത് ട്രാപ്പിൽ പെടുത്തി പൈസ അടിക്കുക എന്നുള്ളതാണ് ഈ ഇതിലകത്ത്. നമുക്കിപ്പോൾ കേരളത്തിലിപ്പം അടുത്ത കാലത്ത് ഈ തേൻകണി ഒരു പേരെടുത്തൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവർക്ക് ഇപ്പോഴും സംഭവം കൊണ്ട് പിടികിട്ടുന്നില്ല. ഇവർ തേൻ ബ്രെഡും ജാമും ഒക്കെ ആണെന്നും പറഞ്ഞിരിക്കുക. ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചാൽ ലാസ്റ്റ് ഇവർ ഒറ്റ ഫോൺ കോൾ വിളിയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തെങ്ങാനും നമ്മുടെ തലയെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഴരുത്. ഇത് സാമ്പത്തിക പരിപാടിയാണ്. അതായത് പൈസ ഇവർ വേറെയാണ്. ഈ ട്രാപ്പിൽ പെട്ടെന്ന് പറഞ്ഞാലും ഇവരത് പൈസ ചോദിച്ചതും കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഈ ചുടുക്കാമണിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇവർ പറയുക ട്രാപ്പാണ്. മറ്റ് ഈ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവരതങ്ങ് ഒതുക്കി. ഏതായാലും ശരി, ഇവർ കുറേ നാളിന് മുമ്പ് ഒരു അച്ചാർ ചെയ്ത് ചേട്ടനും അതിനും കൂടെ വീട്ടിൽ കാർപോർച്ചിലിരുന്ന് അങ്ങ് അച്ചാറുണ്ടാക്കി. അങ്ങനെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇവർ പേരെടുക്കുന്നത്. ഇവർ രണ്ടുപേര് എന്തെങ്കിലും ചെയ്താൽ ഒരു 3 മാസത്തിനൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് പേരെടുക്കും. നിങ്ങൾ സഹകരിക്കുക, ആദ്യത്തെ ഓർഡറെങ്കിലും നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്കും എൻ്റെ അനിയനും നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംരംഭത്തിൻ്റെ ഈ സംഭവം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പം ഇതായിരുന്നു നേരത്തെ ചെയ്ത ഇതിന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ടൊരു 100 കിലോ അച്ചാറൊക്കെ ഇട്ടിട്ട് ഇവർ ഓഫറൊക്കെ വെച്ചു. 1 കിലോ ബീഫ് അച്ചാറിന് 900, 1000 എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ 100 ഗ്രാം ഫ്രീ ഒക്കെ കൊടുക്കും. എന്തായാലും ശരി, കിടുക്കാമണികൾ നല്ല സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങനെ പേരെടുക്കും. ഏതായാലും ഈ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.